ഹലോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മളൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ്, സൈലന്റ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്രിസ്പി ആയിട്ടുള്ള ഫുഡെല്ലാം സ്നാക്സ് ഐറ്റംസ് വെച്ചിട്ട് അത് സൗണ്ട് ഇല്ലാതെ കഴിച്ചു കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചലഞ്ച്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്തുവാ? ഫസ്റ്റ് ഏതാ? കുർക്കുറേ തുടങ്ങാൻ നമുക്ക്. ഓക്കെ, ആദ്യം ആരാ? ഫസ്റ്റ്. അതെ അതെ, ലാസ്റ്റ് വരുന്നവർക്ക് തോന്നി ഒരെണ്ണ തിന്നാൻ പറ്റൂ. കടിക്കുമ്പോഴും വായിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് കേൾക്കാനേ പാടില്ല. ഓക്കെ, മനസ്സിലായില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. മനസ്സിലാവാഞ്ഞിട്ടാണോ? മനസ്സിലായില്ല. ഓക്കെ, ഇത് നമ്മള് സൗണ്ട് കേൾക്കാൻ പാടില്ല. വായി വെക്കുമ്പോ സൗണ്ട് കേൾക്കരുത്. കടിക്കുന്നത് സൗണ്ട് കേൾക്കരുത്. ഓക്കെ, കടിക്കുന്നത് സൗണ്ട് കേൾക്കരുത്. വാലിട്ട് ചവിക്കുന്നത് സൗണ്ട് കേൾക്കരുത്. അവള് വിഴുങ്ങിടിയത്. വാ തുറന്ന് കാണിക്കണം അങ്ങോട്ട്. ഇതൊക്കെ എങ്ങനെ തിന്നും പുല്ല ഇങ്ങനെ? ഇതായതുകൊണ്ട് ഇങ്ങനെ ഇറക്കി ഇറക്കി വെച്ച് ജീവനുണ്ടോ? അയ്യേ, തോറ്റ്. അവൾക്ക് അഞ്ച് ചാൻസ് കൊടുത്തായിരുന്നു. ഞാൻ കിട്ടണേ. പോവാൻ വരട്ടെ, ചിലപ്പോ ഒരു ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. വിഴുങ്ങി. ചെറുത് മതി, ഞാൻ ഒന്നുകൂടി കളിച്ചു തരാം. നിന്റെ വായിക്കകത്ത് ഗ്രൈൻഡർ കണ്ടാണ് ഇത്ര നേരം കൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കാം. ചെറുതല്ലേ ഇടി എടുത്ത് വെച്ചാൽ ഞാൻ ഇച്ചിരി വണ്ണമുള്ള സാധനം. ഞാൻ അടിച്ചിടും. കൊള്ളാം. മാറ്റടുത്തേടും. ഞാൻ തിരിച്ചേക്കാം. പിടിക്കാറില്ല പറഞ്ഞോളൂ, തിന്നാ പറഞ്ഞത്. അടുത്ത മുറുക്ക് ഇതെങ്ങനെ ദേഷ്യം നീ പൊടിക്കടി. അതിന് വേണ്ടി പൊടിച്ചിട്ട് ഒരു പീസേ കഴിക്കാൻ പറ്റും. അത് മൊത്തത്തിൽ കഴിക്കാൻ പറ്റുമോ? മൊത്തത്തിൽ കഴിക്കണ്ട. അങ്ങനെയാണ് പൊടിക്കടി. അത് പൊട്ടിച്ചത് പൊട്ടിച്ച ഇത് പൊട്ടിച്ചിട്ട് അത് പൊട്ടിക്കാം. അയ്യോ, ഇത് എത്ര ഡിഷുടി? ഏതാ? 20. കുറെ കൊള്ളാം. കൊള്ളാം, അടിപൊളി. എന്റെ കാര്യം തീരുമാനം. ഓക്കെ, നെക്സ്റ്റ്. അല്ല, നമുക്ക് ഇതിനകത്ത് പോയിന്റ് നോക്കിയാലല്ലോ. രേഷ്മയ്ക്ക് ഒരു പോയിന്റ്, എനിക്കൊരു പോയിന്റ്. അശ്വിക്ക് വട്ടപ്പൂജ്യം. ഗൈസ് മിക്കവാറും ഔട്ട് ആവാനാണ് ചാൻസ്. എനിക്ക് ചെറുതോതി. എന്ത്
എന്തോ ഞാൻ കേട്ട് പല്ലിൽ തട്ടുന്നല്ലേ വലിയ സൗണ്ട് ചവയ്ക്കില്ലല്ലോ. ഓ ചവച്ചിറക്കാം സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് ഒരു ചെറുത് മതി. ഇവിടുമാര് ഭയങ്കര ഉടായിപ്പാ ഗൈസ്. ഞങ്ങളെ വീട്ടടിക്കാൻ പഠിപ്പിച്ചത് തന്നെ ഇവളാണ്. എങ്ങനെ ഇരിക്കണം? നടക്കൂ ഗൈസ്. മിക്കവാറും വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മള് ഒരു തീരുമാനമാവും. കാര്യത്തിൽ തീരുമാനമാവും. രേഷ്മ അത് ഇറക്കിയിരിക്കുകയാണ്. എവിടെയോ തടഞ്ഞിരിപ്പോട്ടെ അവസാനം എന്റെ തൊണ്ടക്കിരിക്കുന്നേ കുത്തി ഇറക്കണോ? ഇറക്കിയാ വിഴുങ്ങിയാ? ഞാൻ അടുത്തായിട്ട് ഞാൻ എന്താ മുറുക്കിറക്കാൻ പോവാണ്. സൗണ്ട് ഇല്ല. ഇവള് എവിടെ എന്നെയും കൈ കുറച്ചാണ് എടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ തിന്നി. അങ്ങനെ ഞാൻ കഴിക്കാൻ പോണ് ഗൈസ്. കൈ അടങ്ങിയിരിക്കുന്നേ ഇല്ല. ഒക്കെ തിന്നോളാം. ശില്ലിയുടെ മുഖത്ത് ഒരു എക്സ്പ്രഷൻസ്. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. അതേ കൂടെ കളഞ്ഞിട്ടുണ്ടോന്ന് നോക്കിയാണ് അവിടെ നിന്ന് കിടപ്പുണ്ടോന്ന്. ഞാൻ പിരിഞ്ഞു പിള്ളേരെ. സോറി ഗൈസ്, നീ അടുത്ത വട്ടം ഇവള് കാണൂല. വീഡിയോ എടുക്കുന്നില്ല. പക്ഷെ ഈ രാവിലെ ഒന്ന് ആദ്യം പരിശ്രമിച്ച അടുത്ത് ഞാനാണേ. ഇതൊക്കെ എങ്ങനെ വിഴുങ്ങിടി? പക്ഷെ അതൊക്കെ ഇറങ്ങിയ എന്റേത് ജസ്റ്റ് ഇങ്ങനെ ആക്കിയത് അതൊക്കെ ഇറങ്ങിപ്പോയി. അതാണ് ഇരിപ്പോട്ടോ എന്താ പാവം. നീയാ പാവം. തൊണ്ട മുന്റെയൊക്കെ വാക്കത്ത് വരണ്ടോ? മണ്ണ് കുഴക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിത് മിക്കവാറും കടിക്കൂടി ജീവിച്ചിരുന്നു. ടെൻഡൻസ് ഒന്നിരിക്കും. കാരണം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വായിക്കാത്തിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര പാടല്ലേ? വെറുതെ കണ ഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും തോറ്റ് നിർത്ത് മതി. ഞാൻ കടിക്കാൻ പോയതാണ്. അപ്പൊ ഈശ്വരൻ നോട്ടം. അടുത്ത ലേസ് കൊടുക്കാലോ. ലേസ് എടുക്കും. സത്യം പറഞ്ഞാൽ കഴിക്കുന്നില്ല. ലേസ് അടുത്തത് പാക്കറ്റ് കാണിച്ചിട്ട് പാക്കറ്റ് കാണിച്ചു. ബിങ്കോ ഇത് ഞാൻ ചായക്കുന്ന സൗണ്ടാണ് കേട്ടാ. ഇഷ്ടത്തി കൂട്ടത്തില് ചെറുത് നോക്കിയും എടുക്കും. ഓടിച്ചാൽ തടി ഇത് കുഴപ്പമില്ല. ഇത് വീട്ടാറണ്ട. ഇതിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്റെ വായിക്കത്ത് വേറെ എന്തോ വേറെ ഏത് ഊട്ടിയെ കൂടെയാണോ പോകുന്നത്? ഡൗട്ടല്ലേ. ഏത് മിക്സിയാണ് വെച്ചിരിക്കുന്നത്? അടുത്തതായി ഞാൻ ഒത്തിരി വലുതായി പോയി. ഇത് കുറച്ച് സമയം എടുക്കും ഗൈസ്.
അപ്പോഴേക്കും നമുക്ക് പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. എങ്ങനെയാണ് ഇവളുമാരെ ഓർക്കുന്നത്? പക്ഷെ ഇത് കുഴപ്പമില്ലായിരുന്നു എനിക്ക്. പക്ഷെ മുറുക്ക് ഞാൻ കുറെ വായിട്ട് ഇറങ്ങിപ്പോയി. അതെന്തോ ഭാഗ്യത്തിന് ഇറങ്ങിപ്പോയത്, അല്ലെങ്കിൽ മുറിക്കൊണ്ടിരുന്നതിന്. ഇപ്പോഴും ഇത് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് തട്ട. ടാസ്ക് ആണ്. കടിക്കണേ. ഇനി നമുക്ക് കടിക്കണം എന്നുള്ള റൂള് വെക്കാം. കടിക്കുമ്പോ എങ്ങനെ സൗണ്ട് സാധാ കടിക്കണം. ഇല്ല. കേട്ട് പെട്ട് ഷാനി അവള് ഉറിഞ്ചി ഇറക്കുമെന്ന് തോന്നുന്നു. ഐസ്ക്രീം അല്ല. കടി പറ്റൂ. കടിക്കാതെ ശബ്ദം കേൾക്കാതെ കടി കടിച്ച ശബ്ദം കേട്ടല്ലോ. ഇല്ല, ഇങ്ങനെ വെച്ചിരുന്നാ പറ്റും. ഇങ്ങനെ വെച്ചിരുന്നാ അത് കട്ട് ചെയ്യും. കടിച്ച് നടക്കൂ ഗൈസ്. നമുക്ക് ഇവിടെ തിരുമ്പഴേ അടുത്തതില്ല. ഞാൻ തന്നെ കടിച്ചു. ഞാൻ ശരി, നീ ഔട്ടായി. പിന്നെ ആദ്യമേ ആ കടിക്കിന്ന് പറഞ്ഞിരുന്നിട്ട് സൗണ്ട് ഒക്കെ കടിക്കണം. എനിക്ക് അത് പറഞ്ഞു തരണം. നീ എന്നാ നീ ഒരു ചാൻസ് കൂടി എടുത്തോ. വലിയ കടി അടിക്കണം. അയ്യാ, ഇങ്ങനെ പറ്റൂല. എന്തുവാടേ ഇച്ചിരി പോലും എന്റെ ഇത്ര മതിയാ? ശരി, മാക്സിമം തുപ്പലുകൊണ്ട് വരും കേട്ടാ. ഞാൻ കേട്ടു. ഔട്ടായടേ, പോടേ. ഞങ്ങളിത് തിന്നിട്ട് വന്നിട്ടില്ലേ? നമുക്ക് അടുത്തത് കുറുക്കലല്ല, അത് അത്തപ്പെടും. അത്തപ്പം അച്ഛപ്പം വേണ്ടായിരുന്നു. നെക്സ്റ്റ് അച്ചപ്പം. നമ്മൾ സൗണ്ട് കൂടി അതിന്റെ തുപ്പലിരിക്കുന്നത്. ജാഗ്രതുണ്ടോ പൊളിച്ചു വായിടാ. അച്ചപ്പം കടിയിരി. ഈ അച്ചപ്പത്തിന് അച്ചു മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകുമ്പോ ഒരു വേറെ എടുത്തോണ്ട് വാ. ഗൈസ്, അച്ചപ്പം രേഷ്മ ഔട്ട്. എന്താണ് ചക്കര നിനക്ക്? എന്ത് ചിടാ ഇവിടെ കുണുവാവി? പക്ഷെ അച്ചപ്പൻ ഇങ്ങനെ വായിൽ വെച്ച പെട്ടെന്ന് ഇങ്ങനെ 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 നമ്മുടെ ഇങ്ങനെ ഇതാവും. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അവള് പറയുന്ന അച്ചപ്പ ഉമിനീര് കേട്ടത്. കളഞ്ഞോ? ഇത്രയും വേണ്ട. എടി, ഞാൻ അത്രയും എടുത്തത്. നിങ്ങൾ എന്തുവാ? എന്താ മുഖത്തിന്റെ ഒരു ഐശ്വര്യം. ഞാൻ തിന്നുന്ന കേട്ടോ. പോയി
ദേ ചവച്ച് അശ്വതി ഔട്ടായി. അടുത്ത ഞാൻ ഈശ്വര ഇതിനകത്ത് വേറൊന്നും ഓക്കെ. ഞാൻ അപ്പുറത്ത് തിന്നിട്ട് വരാം ഗൈസ്. കേട്ടു ശബ്ദം കേട്ട് 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 തന്നെയാണ്. നമ്മള് കാണിച്ചില്ലായിരുന്നു. അതാണ് ഞാൻ അവള് ചോദിച്ചത്. ശബ്ദം കേട്ടായിരുന്നു അതുകൊണ്ട്. കോടി ഇവിടുന്ന് നീറ്റി എവിടെ സൗണ്ട് കേട്ട് വലിയ മുറുക്ക് എടുത്തിട്ട് ഇതിന്ന് മുറിച്ച് വേണമെങ്കിൽ എടുത്ത് തിന്നൂടെ. ഞാൻ വലുത് എടുത്തത് കൊണ്ടാണ് സൗണ്ട് കേട്ടത്. ഞാൻ ആധാർ കാണിക്കുന്നതിന് മുമ്പ് അടുത്ത ആള് അശ്വതി തിന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാന്? തീറ്റി അത് ഞാൻ അറിയുന്നു. ഞാൻ തന്നെയാണേ. എന്നെ പിടിക്കുക. ഇറക്കി ഗൈസ്. ഇവരുണ്ട് ശാനി. നെക്സ്റ്റ് എന്തുകൂടി നമ്മൾ എടുക്കാത്ത റസ്ക്. അയ്യോ വെച്ച് അച്ചപ്പം കൊള്ളാം. ആറ്റപ്പം വന്നത് ആറ്റപ്പം വന്നു കേട്ടോ. അതൊന്ന് വീഡിയോ എടുത്തോ. നിങ്ങൾ വേണ്ട കമ്പനിയുടെ പേരും കൂടി പറഞ്ഞു കൊടുക്കാം. വേണ്ട. അടുത്തത് റസ്ക്. ചെറുത് മതി. ഓക്കെ. നീ ഈ സൗണ്ട് ഉണ്ടാക്കി ആ സൗണ്ട് കേൾക്കാതിരിക്കാൻ. ഒരു പോയിന്റ് എങ്ങനെയായിരുന്നു? നമുക്ക് രണ്ടുപേർക്ക് കേൾക്കൂല. എത്ര എണ്ണമായി? 1 2 3 4 5 6 6. എനിക്കും എനിക്ക് ഒരെണ്ണത്തിന് പോയായിരുന്നല്ലേ. ഇതിനാ കട്ട കട്ടയ്ക്ക് പോയി. അപ്പം നിനക്ക് 5ഉം എനിക്ക് 6ഉം. എനിക്ക് 4. ദൈവമേ, ഇതിന്റെ വായിക്കാത്ത എന്താണ്ട് ഇരിപ്പുണ്ട് ശരിക്കും. ഞാന് ഗൈസ് അല്ലെങ്കിൽ ഓല കിട്ടണം. അതും പക്ഷേ ഞാൻ ഞങ്ങൾ ശ്രമിക്കും. പറഞ്ഞതുകൊണ്ട് അശ്വതി പിന്നെ ഇറക്കിയ നോക്കട്ടെ. നോക്കട്ടെ. ഇറക്കിയാന്ന് പറഞ്ഞാ പോരാ. ഇതൊക്കെ കലിഞ്ഞു പോയി അല്ലേ. കൊള്ളാം. ഇതുപോലത്തെ എടുക്ക ഇനിയില്ലേ. താങ്കൾക്ക് എന്തോ ഒരു വൈക്ലബ്യം പോലെ. നമുക്ക് അലയുന്നില്ലല്ലോ. അത് കൊച്ചനെ വായിട്ട് വെക്ക്. എന്നിട്ട് അലി ഇതിന് പക്കാവിടെ മെനക്കേടാന്നല്ല. ഇനി പക്കാടെ കഴുകണം. നികത്തി ആര് വെട്ടിയിടി. നിന്റെ തന്ത ഇത് വീഡിയോയാ ശരി. ഇല്ലെങ്കിൽ ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു. ലാസ്റ്റ് ഐറ്റംസ് ആണ് ഗൈസ്. ലാസ്റ്റ് ഐറ്റം. അപ്പൊ എനിക്ക് 7, ഇവക്ക് 6, ഇവക്ക് 5. ഇതും കൂടി ആവുമ്പോഴത്തേക്ക് 8. ഇത് കടിക്കണം. ചെറുതെടുത്തോളിരുന്നാ ചെറുതെടുത്താലും വലുതെടുത്താലും കടിക്കണമല്ലോ. എന്നാലും കുഴപ്പമില്ല. ചെറുതിരിക്കട്ടെ.
പിള്ളേരെല്ലാം ലോലിപോപ്പ് ഒക്കെ ലോലിപോപ്പ് ഒക്കെ തിന്നും. പറ്റുന്നില്ലേടി? ശബ്ദം കേട്ട് Out. 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 You. ഇനി നമുക്ക് അടുത്തത് മറ്റേ ലാംഗ്വേജ് ചലഞ്ച് കളിക്കാം. എന്തോ ആരാ മൂളുന്ന ആരാ എവിടെയാ മുക്കുന്ന പോലെ. അയ്യോ, ഇത് ഒടിഞ്ഞു. തുള്ളിടി നീട്ടി പോ തോറ്റി. എന്റെ നമ്മൾ ഒളിഞ്ഞു പോയി. വേറൊന്നും എടുക്കട്ടെ. അശ്വതി തോറ്റേ. ഞാൻ തോറ്റില്ലായിരുന്നു. പക്കാവടയില് നമ്മൾ പറ്റിച്ചെന്നു. പക്കാവടയിൽ ഇവര് രണ്ടുപേരും തോറ്റു ഗൈസ്. ഞാൻ ഇത് ശബ്ദമൊന്നും ഉണ്ടാകുന്നത് അറിയാമോ? നല്ല ശബ്ദം വെച്ച അള്ളിയാ. നമ്മളെന്താടി വയലോട് നോക്കിയിരിക്കുന്നത്? കേട്ട് ഞാൻ കടിച്ചില്ലടി. ഇങ്ങനെ എനിക്ക് കേട്ടത്, ഇങ്ങനെ തന്നെ എനിക്ക് കേട്ടത്. നീ കടിച്ചെടുത്തായിരുന്നു. ഇല്ല, കടിക്കലടി ഇങ്ങനെ. അതെങ്ങനെ അനങ്ങുമ്പോഴത്തേക്ക് എവിടെയും സൗണ്ട് കേൾക്കും. എണീറ്റ് പോ. കടയിൽ ഔട്ടായിരിക്കുകയാണ്. പക്കാവട നമ്മളെല്ലാരും ഔട്ടായി ഗോസ്. പക്കാവട നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് മനസ്സിലായ സന്ദേശം പ്രിയപ്പെട്ടവരെ, എന്താണ്? ഇത് വളരെ നല്ലൊരു ഇതാണ്. നിങ്ങൾക്കെന്ത് മനസ്സിലായ? ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. നിനക്കെന്താ മനസ്സിലായ? സൗണ്ടില്ലാതെ സാധനം തിന്നാക്കത്തില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഇത്രയും മുമ്പിൽ വെച്ചിരുന്നിട്ട് ഇങ്ങനെ ഇച്ചിരിച്ച് തിന്നാതിരിക്കാൻ പറ്റൂലെന്ന് മനസ്സിലായി. നമുക്ക് എന്ത് മനസ്സിലായെന്നറിയാമോ? നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ പിള്ളേർ രാത്രി ഉറങ്ങുന്ന ടൈമിൽ നമുക്കത് പ്രയോജനപ്പെടും. കറക്റ്റ്, അത് ഐഡിയ. നമ്മളെപ്പോലുള്ള എല്ലാ അമ്മമാരും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആർക്കും സ്നാക്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി പിള്ളേരെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ക്രഞ്ചി ആയിട്ടുള്ള സ്നാക്സ് കഴിച്ചിട്ട് അത് സൗണ്ട് ഇല്ലാതെ തിന്നാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മുടെ വായിൽ വെള്ളം നിൽക്കത്തില്ല. അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ പ്രാക്ടീസ് ഓക്കെ ടേസ്റ്റ് ഉണ്ട്. ബൈ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. പിന്നെ ബൈ പറ.